5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പ്രിയപ്പെട്ട ഗോവിന്ദമാഷെ, പൊന്ന് സ്വരാജെ, തെരഞ്ഞെടുപ്പിന്റെ 3-ാം പക്കത്തിൽ നിൽക്കുമ്പോൾ വളരെ മണിക്കൂറുകൾ മാത്രം വോട്ടെടുപ്പുള്ളപ്പോൾ നിങ്ങൾ താത്വിക ആചാര്യനും താത്വിക ശിഷ്യനും കൂടി ഇത്രയും ഒരു വലിയ തർക്കം ആവശ്യമുണ്ടായിരുന്നോ? അഭിലാഷ് മോഹന്റെ ഒരു ചോദ്യത്തിന് സാന്ദർഭികമായി ഗോവിന്ദമാഷിന്റെ വായിൽ നിന്നൊരു സ്ലിപ്പ് ഓഫ് ദി ടങ് അല്ലെങ്കിൽ ഒരു നാക്കുപിഴ വന്നു. ഈ RSSുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ട്, ശരിയാണ്. പല കാലഘട്ടത്തിൽ ജനസംഘവുമായും RSSുമായിട്ട് ബന്ധപ്പെടുത്തു. മാരാർ മത്സരിച്ചപ്പോൾ പരസ്പരം സഹായിച്ചിരുന്നു. EMSനെ സഹായിച്ച കഥകളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ പോട്ടെന്നേ, അതൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞ് കുത്തി എടുത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ BJP RSS ഒക്കെ വളരെ ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ എന്തിനാണ് അവർക്കൊണ്ട് വടി കൊടുക്കുന്നതെന്ന്? പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൊക്കെ IT-യുടെയും ടെക്നോക്രാറ്റാണ്, അദ്ദേഹം ഇതെല്ലാം തോണ്ടിയെടുത്തുകൊണ്ട് വരും. എന്തിനാണ് AI-യുടെ കാലത്ത് ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നത്? മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞ് മാറും. എന്നാൽ ഈ താത്വിക ആചാര്യനായ നമ്മുടെ നവ ലിബറൽ നയങ്ങൾക്കെതിരെയൊക്കെ ക്രോണി ക്യാപിറ്റലിസത്തിനെതിരെയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന താത്വിക ആചാര്യനായ EMS കഴിഞ്ഞാൽ അടുത്ത രണ്ടാമൻ, ചിലപ്പോഴൊക്കെ EMSന്റെ മുകളിലാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ രണ്ടാമനായി നിന്ന് ചിലപ്പോഴൊക്കെ ഒന്നാമനായി വിലസിക്കൊണ്ടിരുന്ന ഗോവിന്ദമാഷിനെ പറ്റിയൊരു നാക്കുപിഴ. എന്നാൽ സ്വരാജ് മിണ്ടാതിരിക്കേണ്ട, അദ്ദേഹം സ്ഥാനാർത്ഥിയല്ലേ? ഉടൻ അദ്ദേഹം കയറി ഗോവിന്ദമാഷിനെ തിരുത്തുകയാണ്. എന്താണ് നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്? സ്വരാജ് തോക്കാൻ തീരുമാനിച്ചോ? ഗോവിന്ദമാഷിന്റെ അടി സ്വരാജിന് ഇഷ്ടപ്പെട്ടില്ലേ? സ്വരാജ് ഉടനെ പറയുന്നു, BJP അല്ല ഞങ്ങൾ സഹായിച്ചത്, അല്ലെ BJPയുമായിട്ടല്ല സഹായം എടുത്തത്, RSSന്റെ സഹായമല്ല എടുത്തത്, ഞങ്ങൾ ജനതാ പാർട്ടിയുടെ സഹായമാണ് എടുത്തത്. അപ്പം ഞാൻ നിങ്ങളെ തൊട്ടവൻ അടുത്തവനെ തൊട്ടു, അങ്ങനെയാണ്, ഞാൻ നേരിട്ട് തൊട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു രസകരമായ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. 3 പേര് സഹോദരങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിലേറ്റവും അനിയനൊരു ശീലമുണ്ട്, അവസാനമേ മത്സ്യമൊക്കെ കഴിക്കും, മുട്ടയൊക്കെ. അപ്പോൾ അനിയൻ്റെ പാത്രത്തിൽ മത്സ്യവും മുട്ടയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ചേട്ടന്മാർ രണ്ടും കൂടെ തീരുമാനിച്ച് അവനെ പറ്റിക്കണമെന്ന്. അപ്പോൾ ഓരോ ദിവസം ഓരോ രൂപത്തിലാണ് പറ്റിക്കുന്നത്. ആദ്യത്തെ ദിവസം തൊട്ടടുത്തിരിക്കുന്ന ചേട്ടൻ ഈ മത്സ്യം എടുത്ത് അടുത്ത ആളിൻ്റെ പ്ലേറ്റിൽ വെക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. അപ്പോൾ അനിയൻ ഇങ്ങനെ ഏറ്റവും ഇളയവൻ കരയുമ്പം, നീ എടുത്താടാന്ന് ചോദിക്കും. തൊട്ടടുത്തുള്ള ചേട്ടനോട് ചോദിക്കുമ്പോൾ എടുത്താടാന്ന് ചോദിക്കുമ്പോൾ എടുത്തില്ല, നീ പറടാന്ന് പറയുമ്പോൾ ഞാനിത് തൊട്ടിട്ടേ ഇല്ലെന്ന് പറയും. ശരിയാണ്, അയാൾ എടുത്തില്ല, എടുത്തത് അയാളല്ല. അപ്പോൾ അടുത്ത ആളിനോട് ചോദിക്കുമ്പോൾ ചേട്ടൻ എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഞാനിത് കഴിച്ചിട്ടില്ല എന്ന് പറയും. ശരിയാണ്, എടുത്തതൊരാൾ കഴിച്ചതൊരാൾ എന്ന് പറയുന്നൊരു തിയറിയുണ്ട്. തൊട്ടവനെ തൊട്ട് എന്നുള്ള പറയുന്ന തിയറിയാണ്. ഇതെന്ത് തിയറിയാണെന്ന് മനസ്സിലാവില്ല. ഒരു മുന്നണിക്കകത്ത് BJPയും അല്ലെങ്കിൽ RSSും അല്ലെങ്കിൽ ജനസംഘവും CPMഉം ജനതാ പാർട്ടി ഒന്നിച്ചുണ്ടായിരുന്നോ? ഇതാണ് ചോദ്യം. അങ്ങനെ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദമാഷ് പറയുന്നതല്ലേ ശരി? അല്ലെങ്കിൽ തന്നെ താത്വിക ആചാര്യൻ ഗോവിന്ദമാഷിനെ, അങ്ങനെ ഒരു ആചാര്യനുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സമയം ഒരു ആചാര്യനല്ലേ പാടുള്ളൂ, ആചാര്യനുള്ളപ്പോൾ സ്വരാജ് ആചാര്യൻ ഇങ്ങനെ കയറി പറയാവോ? അത് തിരഞ്ഞെടുപ്പിൻ്റെ പക്കൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കയറി പറയാവോ? എന്തായാലും സ്വരാജെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ആചാര്യനാവാം, താത്വിക ആചാര്യനാവാൻ സമയമുണ്ടെന്നേ. നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് ചിന്തിക്കുക. ഇപ്പോൾ ഗോവിന്ദമാഷ് പറയട്ടെ, പാർട്ടിയുടെ സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞാൽ അത് അവസാന വാക്കല്ലേ? പിന്നെ അതിനെ തിരുത്തുന്നതിനാന്നേ. പാർട്ടി സെക്രട്ടറി ഇപ്പോൾ MA ബേബി ഒരു കാര്യം പറഞ്ഞാൽ അത് അവസാന വാക്കാണ്. EMS പറഞ്ഞാൽ അവസാന വാക്കാണ് എന്ന് പറഞ്ഞ പോലെ MA ബേബി പറഞ്ഞാൽ അവസാന വാക്കാണ്, പിന്നെ തിരുത്താൻ പോകരുത്. മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് അവസാന വാക്കാണ് ഭരണകാര്യങ്ങളിൽ, അത് പിന്നെ തിരുത്താൻ പോകരുത്. അത് ഉടനെ തിരുത്തരുത്, ഒരിക്കലും തിരുത്തരുത്. വേറെ സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും പിന്നെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇത് കയറി തിരുത്തി 2 താത്വികാചാര്യന്മാർ തമ്മിൽ താത്വിക ബലാബലം CPMനകത്ത് നോക്കുന്നു. ഇപ്പോഴുള്ള താത്വികാചാര്യനും വളർന്നു വരുന്ന താത്വികാചാര്യനും തമ്മിൽ വളരെ സർഗാത്മകമായ പ്രവർത്തനം നടക്കുന്നു. ഇതെന്താണ് ഇതിനകത്തുള്ള അന്തർധാര എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ശങ്കരാടി പറഞ്ഞതുപോലെ വർഗാധിഷ്ഠിതമായ മൂലസിദ്ധാന്തത്തിൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിനിടയിൽ ഏതൊരു അന്തർധാരയാണ് പ്രവർത്തിക്കുന്നത്, ഏത് ഗ്രൂപ്പാണ് പ്രവർത്തിക്കുന്നത് അറിയില്ല. എന്നാൽ ഇത് ഇങ്ങനത്തെ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. ഇത് ഒരുപാട് അന്തർധാരകളുടെയും ഇണക്കങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തമ്മിൽപ്പാരകളുടെയും ബഹളമാണ്. ഒരാചാര്യൻ എന്തെങ്കിലും 4 ദിവസം പനി വന്നാൽ അടുത്ത് വേറെ ആചാര്യൻ്റെ ഇടയ്ക്ക് കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ തൃപ്പൂണിത്തുറയിലെ ആചാര്യൻ നിലമ്പൂരിൽ പോയി ഇന്ന് മത്സരത്തിൻ്റെ ഇടയിൽ 10 വോട്ട് പിടിക്കാൻ പോണതിൻ്റെ ഇടയിൽ 4 വോട്ട് പിടിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ കയറി മറുപടി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആർക്കും അല്ല മറുപടി, ഗോവിന്ദനാണ് മറുപടി. അപ്പോൾ ഇനി ഗോവിന്ദമാഷ് എന്ത് പറയും? ഇവൻ ചെറുക്കനാണ്, ഇവൻ പലതും പറയും, മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുമോ? അതോ സ്വരാജ് പറഞ്ഞതും ശരിയാണ്, ഞാൻ പറഞ്ഞതും ശരിയാണ്, നിങ്ങൾ കേട്ടതാണ് തെറ്റെന്ന് പറയുമോ? അതോ നിങ്ങൾ കേട്ടതാണ് ശരി, ഞങ്ങൾ പറഞ്ഞതാണ് തെറ്റെന്ന് പറയുമോ? അതോ നിങ്ങളും ശരിയാണെന്ന് കണ്ടോണ്ടിരിക്കണവനും ആണ് കുഴപ്പമെന്ന് പറയുമോ? അതെ, നിങ്ങളും കണ്ടോണ്ട് നിൽക്കണമെന്നൊക്കെ ശരിയാണ്, വീട്ടിൽ കിടന്ന് ഉറങ്ങിയവനാണ് കുഴപ്പമെന്ന് പറയുമോ? ആരാണ് കുഴപ്പമെന്ന് പറയുമോ? നമുക്കറിയില്ല. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല.